Good afternoon. Good afternoon. Okay. അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സില് ഇവിടെ വരെ എടുത്തത് ജോബ് സമ്മറി ആണ് അല്ലെ. ജോബ് സമ്മറി ഓഫ് എ സ്റ്റോർ കീപ്പർ എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാ പോയിന്റ്സും കഴിഞ്ഞില്ലായിരുന്നോ? ഒന്ന് വെറുതെ വായിച്ചു പോയാൽ മതി കേട്ടോ. അതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് എക്സാമിന് കണ്ടിട്ടില്ല. ജോബ് സമ്മറി. ഇനി അടുത്ത് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പിൽഫറേജ് ആൻഡ് ഫോർത്ത് പോയിന്റ് എടുക്കും. ഓക്കെ അല്ലേ? പിൽഫറേജ് ആൻഡ് വേസ്റ്റേജ് ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലില് മെറ്റീരിയൽസ് ഒക്കെ വേസ്റ്റേജ് ആവുന്നതോ അല്ലെങ്കിൽ മോഷണം പോകുന്നതിനോ ഉള്ള കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അതിന് 4 പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലെ. അതിനകത്ത് ഫസ്റ്റ് ഏതാ പറഞ്ഞേക്കുന്നത്? എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. നമ്മളെ ജനന മരണ കാര്യങ്ങള്, ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ ഉള്ള അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് ആവോ അല്ലെങ്കിൽ മോഷണം പോവോ ഒക്കെ ചെയ്യാം. അത് നോക്കിയ അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ്സ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ പെട്ടെന്നുള്ള ഉപയോഗം ആണ്. Urgent attention to patient that involves swift usage of material. Swift എന്ന് പറഞ്ഞാൽ സഡൻ. അപ്പൊ പെട്ടെന്ന് മെറ്റീരിയലുകളുടെ വേഗത്തിലുള്ള ഉപയോഗം മൂലം അപ്പൊ അങ്ങനെ അർജന്റ് അറ്റൻഷൻ കൊടുക്കുന്ന പേഷ്യൻസിന് മെറ്റീരിയൽസുകളൊക്കെ നമുക്ക് പെട്ടെന്ന് അവിടേക്ക് എത്തിക്കേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ അടിയന്തരമായി അല്ലെങ്കിൽ അർജന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട പേഷ്യൻസിന് നമ്മുടെ മെറ്റീരിയൽസ് പെട്ടെന്ന് അങ്ങോട്ടേക്കൊക്കെ മൂവ് ചെയ്യിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ വല്ല വേസ്റ്റേജുകൾ സംഭവിക്കാം. അവിടെ ഒരു തട്ടോ മുട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റേജുകൾ സംഭവിക്കാം. അടുത്ത് നോക്കിയേ, എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ടു ലോവർ ലെവൽ പേഴ്സണൽ നോ സ്റ്റാൻഡർഡൈസ്ഡ് ആക്ടിവിറ്റി. അതായത് നമ്മുടെ ലോവർ ലെവലുള്ള ആളുകള്, ലോ ലെവൽ പേഴ്സണൽസ്, അവര് നമ്മുടെ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിക്കുകയാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിക്കുക. അപ്പൊ അവരെ ഒന്ന് എന്താ പറയാ, കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവരിലൂടെ ചിലപ്പോ നല്ല വേസ്റ്റേജുകൾ വരാനോ അല്ലെങ്കിൽ അവർ മുഖ്യാന്തരം വല്ലതൊക്കെ മോഷണം പോകാനോ ചാൻസ് ഉണ്ട്. അപ്പൊ ലോവർ ലെവലിലുള്ള പേഴ്സണൽ ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യുക, ഒന്ന് അവരുടെ സ്റ്റോക്കുകളൊക്കെ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിക്കുക എന്നുള്ള മീനിങ്. നോ സ്റ്റാൻഡേർഡൈസ്ഡ് ആക്ടിവിറ്റി. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് പ്രവർത്തനം ഇല്ലാതിരിക്കുമ്പോഴ് അല്ലെങ്കിൽ സ്റ്റോക്കുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിക്കാതിരിക്കുമ്പോൾ അവരിലൂടെ പോകാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അവര് മുഖാന്തരം നമുക്ക് അതൊക്കെ സ്റ്റോക്കുകളൊക്കെ ഒന്ന് പ്രദർശിപ്പിക്കാം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. ആ 2 മീനിങ്ങിലും അത് നമുക്ക് പറയാം. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്റ്റോക്കുകൾ പ്രദർശിപ്പിക്കുക കേട്ടോ. ഇനി അടുത്തൊക്കെ ടു വെരി ഓട്ടോണമസ് യൂണിറ്റ്സ്. നിരവധി സ്വയംഭരണ യൂണിറ്റുകൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? പല യൂണിറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതാണ്. അപ്പൊ ഒരു യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുകയൊക്കെ ചെയ്യാം. പല യൂണിറ്റ് ആവുമ്പോൾ എല്ലാത്തിന്റെയും കൂടി കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ ഇതുപോലെ എന്തെങ്കിലും നഷ്ടങ്ങൾ വരുമോ മോഷണം പോകുകയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാനും പറ്റില്ല. നിരവധി സ്വയംഭരണ യൂണിറ്റുകള്. ഇത് നോക്കിയേ, ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിഫക്ട്സ് ഇൻ കോംപ്രഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. കോംപ്രഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ നോക്കിയേ, ഇൻവോൾവ്മെന്റ് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഭരണത്തിന് കൂടുതൽ ഡിഫക്ട്സ് എന്ന് വെച്ച് കടബാധ്യതയുള്ള ഒരു അന്തരീക്ഷം. ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിഫക്ട്സ് ഇൻ കോംപ്രഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. അതായത് അഡ്മിനിസ്ട്രേഷനിൽ നമുക്കിങ്ങനെ എന്തെങ്കിലും ബാധ്യതകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വല്ല മോഷണമൊക്കെ പോകാം. ആ ഒരു രീതിയിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെറ്റീരിയൽസ് ഒക്കെ നഷ്ടം സംഭവിക്കാം. അതോ പിന്നെ അടുത്ത് നോക്കിയാൽ നോ ജോബ് സ്പെസിഫിക്കേഷൻ. ജോലി സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു ജോബ് സ്പെസിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്നിന്റെ നമുക്ക് ഓരോ
ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിക്കുമ്പോൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയണ്ടേ. ഇപ്പൊ നമ്മൾ ജോബ് സമ്മറി, സ്റ്റോർ കീപ്പറിന്റെ ജോബ് സമ്മറി നമ്മൾ പറഞ്ഞു അല്ലെ, പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കുടെയും ജോലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്താക്കുക, സ്റ്റോറിൽ നമ്മൾ പറഞ്ഞു ഈ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഈ സ്റ്റോർ കീപ്പറിന്റെ ജോബ് സമ്മറി നമ്മൾ പോയിന്റ്സുകൾ പറഞ്ഞു അല്ലെ. അതിനകത്ത് നോക്കിയ റെക്കോർഡുകള്, റിസിപ്റ്റുകള്, വിഡ്രോവൽ ഫോം, അതൊക്കെ സ്റ്റോക്ക് റൂമുമായിട്ട് ബന്ധപ്പെട്ട അതെല്ലാം കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളത് സ്റ്റോർ കീപ്പറിന്റെ ജോലിയുടെ ഭാഗമാണ്. അപ്പൊ ആ ഒരു സെക്ഷൻ, ആ ഒരു സ്റ്റോർ മാനേജ്മെന്റ്, ആ ഒരു സെക്ഷൻ അദ്ദേഹത്തിന്റെ കീഴിൽ സുരക്ഷിതമായിരിക്കും. അപ്പൊ ആ ഒരു സ്പെസിഫൈ ചെയ്ത് നമ്മളൊരു ജോലി ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ആ ഒരു സെക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരാൾ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും മാനേജ് ചെയ്യുന്നതും ഓരോ സെക്ഷൻ ഒരു ജോലി സ്പെസിഫൈ ചെയ്ത് സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സെക്ഷന്റെ കാര്യങ്ങൾ ആ ഒരു ആളുടെ കീഴിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ കിട്ടും. അതില് ഇങ്ങനെ വേസ്റ്റേജ് ആയി പോകുന്നത് തടയാനും, പിന്നെ അതുപോലെ ഇങ്ങനെ മോഷണങ്ങളൊക്കെ സംഭവിക്കുന്നതൊക്കെ തടയാനും ഒക്കെ കുറച്ചും കൂടി ശ്രദ്ധ കിട്ടും. ഇവിടെ എന്താ പറഞ്ഞ, ജോബ് സ്പെസിഫിക്കേഷൻ ഇല്ലാത്തത് ഇങ്ങനെ വേസ്റ്റേജ് ആയി പോകുന്നതിനൊക്കെ കാരണമാക്കാം. നോ ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ ഇല്ലാത്തത്. ഇനി അടുത്ത് നോക്കിയേ, ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫോർ ഈച്ച് യൂണിറ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഓരോ യൂണിറ്റിലും നമ്മൾ കൂടുതൽ സ്റ്റോക്ക്, ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, ഓരോ ഏരിയയിലും ഇത്ര സ്റ്റോക്ക് വീതം അതിന്റെ ഒരു ഇതുണ്ട്, അത് അത്രയും അവിടെ കീപ്പ് ചെയ്താൽ മതിയാവും. അതിൽ കൂടുതൽ ഒരു ലാർജ് സ്റ്റോക്ക് ഓരോ യൂണിറ്റും ഹോൾഡ് ചെയ്യുകയാണെങ്കിലും എന്താ, നമ്മൾ അതിന്റെ ഒക്കെ ഒരു എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ അത് വെറുതെ വേസ്റ്റേജ് ആയി പോകും. അപ്പൊ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ലാർജ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്താലും നമുക്ക് ഇങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ നഷ്ടം സംഭവിക്കാം. ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫോർ ഈച്ച് യൂണിറ്റ്. അടുത്ത് നോക്കിയേ, ഫാർ ടു മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദ ക്ലോക്ക്. റൗണ്ട് ദ ക്ലോക്ക് 24 hours, 24 മണിക്കൂറും ഈ നമ്മള് ഈ എന്താ വിസിറ്റേഴ്സ് അനുവദിക്കുകയാണെങ്കിൽ 24 hours നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ പാസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തിനാ, നമ്മൾ വിസിറ്റേഴ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനാണ്. അപ്പൊ പാസ് ഉള്ളവർക്ക് മാത്രമേ കയറുള്ളൂ. പിന്നെ അതുപോലെ ടൈം ഒക്കെ പറയുന്നില്ലേ, ഇന്ന ടൈമിനുള്ളിൽ കയറണം, അത് കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല, സന്ദർശകരെ അനുവദനീയമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിസിറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാനാണ്. അപ്പൊ നമ്മൾ 24 hours ഇങ്ങനെ നമ്മൾ വിസിറ്റേഴ്സ് അലൗഡ് ആണെങ്കിൽ നമുക്കൊരു കൺട്രോളും ഇല്ല അല്ലെ. നമുക്കപ്പോ എപ്പോഴും വരുമ്പോ അവര് എല്ലാ ഇങ്ങനെ ഒരുപാട് പേര് ക്രൗഡ് ആയിട്ട് ഒക്കെ വരുമ്പോഴും അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മോഷണം പോയാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ 24 hours വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ, അനുവദിക്കുകയാണെങ്കിൽ, ഫാർ ടു മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദ ക്ലോക്ക്. പിന്നെ 24 മണിക്കൂർ വളരെയധികം സന്ദർശകര്, അതാണ്. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത്, നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ദ ഡ്യൂട്ടി. സെക്യൂരിറ്റികളില്ലേ, സെക്യൂരിറ്റികളുടെ ഡ്യൂട്ടി എന്താ, നമ്മുടെ സ്റ്റാഫുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, പഞ്ചിങ് ടൈം കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കാന്നുള്ളത്, സ്റ്റാഫിനെ നോക്കാം. അപ്പൊ അവര് ഡ്യൂട്ടിക്ക് കയറുമ്പോഴും അതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേയും ചെക്ക് ചെയ്യും. എന്തിനാ, നമ്മൾ എന്തെങ്കിലും അവിടെ നിന്നൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ, എന്തെങ്കിലും മോഷണം പോകുന്നുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റാഫുകളെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ വെന്റെ ലീവ് ദ ഡ്യൂട്ടി, അപ്പൊ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോകുമ്പോൾ സ്റ്റാഫുകളെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിലും, എല്ലാവരും ഒരുപോലെ ഉള്ളവരല്ലല്ലോ, ചിലർക്കൊക്കെ ആണെങ്കിലും അങ്ങനെ ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല. ചിലപ്പോൾ എന്തെങ്കിലും കുഞ്ഞു സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അവർക്ക് എടുത്തോണ്ട് പോരാ, അവിടത്തെ ഉള്ളത് മോഷ്ടിക്കാം. എന്ത് ചെയ്യാം, അവരൊരു ചെക്കിങ്, അതിനല്ലേ നമ്മൾ ചെക്കിങ് ചെയ്യുന്നത് അല്ലേ. മിക്ക ഓഫീസുകളിലും ഇതൊക്കെ ആണെങ്കിലും നമ്മൾ ചെക്കിങ് ഉണ്ടല്ലോ. അവരുടെ ഓഫീസുകാരും കഴിഞ്ഞ് അവരിറങ്ങുമ്പോ അവരൊന്ന് ചെക്ക് ചെയ്യുക, നോക്കുക എന്നുള്ളത്. ഈ സൂപ്പർ മാർക്കറ്റിൽ അവിടെ ഇവിടേക്ക് കയറി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ മാളുകളിലൊക്കെ കയറി നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ഇങ്ങനെ നമ്മൾ അങ്ങനെ സെക്യൂരിറ്റികളൊക്കെ ആണെങ്കിലും അവിടെ പിന്നെ ഈ ഒരു വിഷയം പോലത്തെ ഇതാണ്, നമ്മൾ എന്തെങ്കിലും കയ്യിൽ ഇതിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അറിയാനൊക്കെ പറ്റും അല്ലെ. ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ചെക്കിങ്, ഇത് ഇത്രയല്ലാതെ പറഞ്ഞിട്ടുള്ളൂ. ഡ്യൂട്ടി വിടുമ്പോൾ ഈ സ്റ്റാഫുകളെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്താ, ഇങ്ങനെ മെറ്റീരിയൽസുകളൊക്കെ മോഷണം പോകാം.
അടുത്ത നോക്കിയേ, ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. മാർക്കറ്റിലുള്ള യഥാർത്ഥ ക്ഷാമം അതുമൂലം മെറ്റീരിയൽസിനൊക്കെ വേസ്റ്റേജ് ആവുമോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. പിന്നെ നോക്കിയേ, പുവർ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം. മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിസ്റ്റം പൂർ ആണെങ്കിൽ, കറക്റ്റ് ആയിട്ട് പോകുന്നില്ലെങ്കിൽ, അപ്പൊ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസുകളൊക്കെ ഓർഡർ ചെയ്യോ അതനുസരിച്ചൊക്കെ അങ്ങനെ കീപ്പ് ചെയ്യണതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്താ മെറ്റീരിയൽസുകൾക്കൊക്കെ നഷ്ടം സംഭവിക്കാം. പിന്നെ അതുപോലെ ആൻഡ് ഓഡിറ്റ് സിസ്റ്റം, ഓഡിറ്റിങ്ങും കറക്റ്റ് ആയിട്ട് ചെയ്യണം, കണക്കും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അതിന്റെയൊക്കെ ദൗർലഭ്യം അല്ലെങ്കിൽ അഭാവം മൂലം നമുക്ക് ഇങ്ങനെ നഷ്ടം സംഭവിക്കാം. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം. Then നോക്കി നെക്സ്റ്റ്, സെക്കൻഡ് ലാസ്റ്റ് വൺ, too many hospital staff remaining in the same compound. ഒരു കോമ്പൗണ്ടിൽ തന്നെ ധാരാളം too many hospital staff നിലനിൽക്കുകയാണെങ്കിൽ, ഒരു കോമ്പൗണ്ടിൽ തന്നെ ധാരാളം സ്റ്റാഫുകൾ നിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരാൾ മാത്രമാണ് അവിടെ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റാഫുകൾ ഒരേ കോമ്പൗണ്ടിൽ തന്നെ നിൽക്കുമ്പോഴും എല്ലാവരും ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കാം. അടുത്ത് നോക്കിയേ, inadequate workforce to document expenditure and revenue accurately. കൃത്യമായി രേഖപ്പെടുത്താനായിട്ട് അതിനാവശ്യത്തിനുള്ള സ്റ്റാഫ് ഇല്ലെങ്കിൽ, inadequate workforce, അവിടെ വർക്ക്ഫോഴ്സ് ഇല്ലെങ്കിൽ ഓരോ കാര്യം ഡോക്യുമെന്റ്സ്, അതിന്റെ എക്സ്പെൻഡിച്ചർ, ചെലവ്, റവന്യൂ ഇങ്ങനെയുള്ള കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ മതിയായ സ്റ്റാഫുകൾ ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ വരാം അല്ലെ. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്താനുള്ള ആളുകൾ വരും, അവർക്കുടെ അഭാവം കൊണ്ടും വേസ്റ്റേജ് സംഭവിക്കാം. അപ്പൊ ഒന്ന് ടിക്കറ്റ് വെച്ചേക്കും കേട്ടോ. ഹോസ്പിറ്റലില് പിൽഫറേജ് അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ വേസ്റ്റേജ് അല്ലെങ്കിൽ പിൽഫറേജിന് കാരണമാകുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടൂലേ? എളുപ്പമല്ലേ? കോൺസ് ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ഒന്ന് 2 പ്രാവശ്യം വായിച്ചിരിക്കാല് നിങ്ങൾക്കത് ഓക്കെ ആയിരിക്കും, കുഴപ്പമില്ല. ചെറിയ പോയിന്റ് അതൊന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല, പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്തിട്ടോ, ഇപ്പൊ ആ ഏരിയ വിട്ട് കളയണ്ട. ഹോസ്പിറ്റലില് വേസ്റ്റേജുകൾ, മെറ്റീരിയൽസ് വേസ്റ്റേജ് വരാൻ അല്ലെങ്കിൽ മോഷണം പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്, പെട്ടെന്നുള്ള ജനന മരണം അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസില്. പിന്നെ അടുത്ത് പറഞ്ഞേക്കണേ, നമ്മള് പെട്ടെന്ന് ഈ പേഷ്യൻസിന് ഉള്ള അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുമ്പോൾ നമുക്ക് മെറ്റീരിയൽസ് പെട്ടെന്ന് സിറ്റ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമോ, മൂവ് ചെയ്യിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും വേസ്റ്റേജ് വരാം. പിന്നെ ലോവർ ലെവൽ പേഴ്സണൽ ഉദ്യോഗസ്ഥര് സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിക്കണം. പിന്നെ ഒന്നിലധികം സ്വയംഭരണ യൂണിറ്റുകൾ വരുമ്പോൾ. പിന്നെ അടുത്ത് നോക്കിയേ, ഇൻവോൾവ്മെന്റ് ഓഫ് മോർ പീപ്പിൾസ് ഇൻ കോംപ്രിഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. അതായത് സമഗ്രമായ ഒരു ഭരണം, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനിൽ കൂടുതൽ ഡിപെൻഡ്സ് എന്ന് പറഞ്ഞ കടബാധിത എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഉൾപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്നുള്ളത്. ആ ഒരു കേസിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും എന്തെങ്കിലും വേസ്റ്റേജ് ആയി പോകാം എന്നുള്ളത് ഒരു അർത്ഥത്തിലാണ് കൊടുത്തേക്കണേ. സമഗ്രമായ ഭരണത്തിന് കൂടുതൽ കടബാധ്യതയുള്ള ഒരു അന്തരീക്ഷം, ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതില് എന്താ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു മീനിങ്. പിന്നെ അടുത്ത് ജോബ് സ്പെസിഫിക്കേഷൻ ഇല്ലെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ഓരോ യൂണിറ്റിലും ലാർജ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ 24 hours ധാരാളം സന്ദർശകര് ഉണ്ടെങ്കിൽ, പിന്നെ ഡ്യൂട്ടി വിടുമ്പോൾ സ്റ്റാഫിനെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ, പിന്നെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഷോർട്ടേജ്, പിന്നെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഓഡിറ്റ് സിസ്റ്റം ഇതൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ, പോറാണെങ്കിൽ, പിന്നെ ഒന്നിലധികം സ്റ്റാഫുകൾ റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞ 24 hours എന്നാണ്.
ഡിഷിലാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതിന്റെ ചുറ്റും എന്നുള്ളത് റൗണ്ട് ദ ക്ലോക്ക്, അതായത് 24 hours എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇതിന്റെ മീനിങ് അങ്ങനെയാണ്. റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 24 hours. ഓക്കെ. Too many hospital staff remaining in the same cohort. ഒരു കോഹോർട്ടിൽ തന്നെ ധാരാളം സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്, ലാസ്റ്റ് നമുക്ക് വർക്ക് ഫോഴ്സുകൾ, ആവശ്യത്തിനുള്ള മതിയായിട്ടുള്ള സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ ഡോക്യുമെന്റ് എക്സ്പെൻഡിച്ചർ റവന്യൂ ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് കണക്കെടുക്കാനൊക്കെ ആയിട്ട് അതിനൊക്കെ അഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള മോഷണങ്ങളൊക്കെ സംഭവിക്കാം, വേസ്റ്റേജുകൾ സംഭവിക്കാം. ഇനി അടുത്തത് ഇവിടെ ഐറ്റംസ് എന്നാണ് കേട്ടോ. ഐറ്റംസ് ഒന്ന് കറക്റ്റ് ചെയ്തത് ITEMS. ഐറ്റംസ് ഇൻവോൾവ് ഇൻ പിൽഫറേജ്. പിൽഫറേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ഐറ്റംസ് ഇൻവോൾവ് ഇൻ പിൽഫറേജ്. പിൽഫറേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? മോഷണം സാധാരണയായിട്ട് ഏതൊക്കെ കാര്യങ്ങളിലൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഏതൊക്കെയാ? ഡ്രഗ്സുകള്, മരുന്നുകൾക്ക് ഒരു ഇതാണ്, അതിന്റെ ഐറ്റാണ്, മോഷണം പോകുന്ന ഒരു ഐറ്റാണ് ഡ്രഗ്. പിന്നെ ഫുഡ് മെറ്റീരിയൽസ്, ലിനൻ, തുണികള്, ഹോസ്പിറ്റലിലെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, തുണികള്. മെറ്റീരിയൽസ് സച്ച് ആസ് യൂട്ടൻസിൽസ്, പാത്രങ്ങള്, സച്ച് ആസ് യൂട്ടൻസിൽസ്, പാത്രങ്ങള്, ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെ പിൽഫറേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ് ആണ്. അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കും കേട്ടോ. ആ പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി, ഏതൊക്കെ ഐറ്റംസ് ആണ് പിൽഫറേജിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഐറ്റംസ് ഇൻവോൾവ് ഇൻ പിൽഫറേജ്: ഡ്രഗ്സ്, ഫുഡ് മെറ്റീരിയൽ, ലിനൻ, മെറ്റീരിയൽ സച്ച് ആസ് യൂട്ടൻസിൽസ്, ഇൻസ്ട്രുമെന്റ്സ്. അടുത്തത് ഇനി നമ്മള് ഈ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സെലക്ഷനേക്കാൾ കൂടുതൽ ഡിറ്റക്ഷൻ അതല്ലേ എഴുതിക്കോ, അതൊന്ന് മാറ്റിയിട്ട് ഡിറ്റക്ഷൻ ആക്കിയോ. ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ്, പിൽഫറേജ് കണ്ടെത്താനുള്ള കാര്യങ്ങൾ. അപ്പൊ എങ്ങനെ നമുക്ക് ഇത് കണ്ടെത്താം? ഓക്കെ, ഡിറ്റക്ഷൻ DETECTION, ഡിറ്റക്ഷൻ കണ്ടെത്തുക. മീനിങ് പിൽഫറേജ് മോഷണം നമുക്ക് കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്കത് കണ്ടെത്താം എന്നുള്ളതാണ് ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ്. ഓക്കെ, എനി അബ്രപ്റ്റ് റൈസ് ഇൻ റൂട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്. സ്പെല്ലിംഗ് ആണോ? DETECTION. DETECTION കണ്ടെത്തല്. പിൽഫറേജ് കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് കണ്ടെത്താം? 2 പോയിന്റ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അബ്രപ്റ്റ് റൈസ് ഇൻ റൂട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്. അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സഡൻ പെട്ടെന്ന് എന്നുള്ള പേര്. പെട്ടെന്ന് നമ്മുടെ റൂട്ടീൻ നീഡ്സ് അല്ലെങ്കിൽ ഡിമാൻഡില് എന്തെങ്കിലും വർധനവ് ഉണ്ടാവുകയാണെങ്കിൽ, നമുക്കിപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ നമുക്കറിയാം, അവർക്കിടെ നമുക്ക് ഓരോ ഇതിലും എത്ര നീഡ്സ് ഉണ്ട്, റൂട്ടീൻ നീഡ്സ് ഉണ്ട്. ഒരു പതിവായിട്ട് ഓരോ മെറ്റീരിയൽസുകളൊക്കെ ആണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു അളവുണ്ട്. അവർക്കിടെ നീഡ് അല്ലെങ്കിൽ ഡിമാൻഡ് അത് ഏകദേശമൊക്കെ ഒരേ ലെവലിലൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതില് എന്തെങ്കിലും പെട്ടെന്ന് ഒരു വർധനവ് വരികയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഒരു 500 ഒരു സിറിഞ്ചാണ് ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കൊടുക്കണമെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞ ഒരു 800 ആയി കഴിഞ്ഞാൽ ബാലൻസ് 300 അവിടെ നമ്മൾ സാധാരണ നമുക്കറിയാം റുട്ടീൻ ആയിട്ട് അവർക്ക് ഇത്രയും ആവശ്യം മതി. പക്ഷെ ആ റുട്ടീൻ നീഡ്സുകളിൽ അതിന്റെ ഡിമാൻഡുകളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വർധനവ്, അപ്പൊ അത്രയും അത് ഡാമേജ് ആയി അല്ലെങ്കിൽ അത്രയും അത് വേസ്റ്റ് ആയി എന്നാണ് നമ്മൾ അത് മീൻ ചെയ്യുന്നത് അല്ലെ. അത്രയും അവിടെ മിസ്സിംഗ് ആണ്, അത്രയും കാണുന്നില്ല, അല്ലെങ്കിൽ ഓവറായിട്ട് അതിന് അങ്ങനെ നമുക്ക് എന്തെങ്കിലും മോഷണം പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ സാധാരണയുള്ള നീഡ്സ് അല്ലെങ്കിൽ ഡിമാൻഡില് പെട്ടെന്ന് ഉണ്ടാകുന്ന വർധനവ് അതൊരു കാരണം. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാനാണ് കേട്ടോ ഈ പിൽഫറേജ് കണ്ടെത്താനുള്ള മാർഗങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചോദ്യം വരും, എത്രയും ഇത് എവിടെ പോയി,
അല്ലെ? നമുക്ക് അത് ആ ഒരു റുട്ടീൻ സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് അതിന്റെ ഇത് കൂടുകയാണെങ്കിൽ, അതിന്റെ എമൗണ്ട് അളവ് കൂടുകയാണെങ്കിൽ അങ്ങനെ വരാം. രണ്ടാമത് നോക്കിയേ, എനി അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ, നമുക്ക് റീസൺ ഇല്ലാത്ത എന്തെങ്കിലും ചിലവുകൾ ഓഫ് എനി സെക്ഷൻ വെൻ കമ്പയർ ടു പ്രീവിയസ് പീരീഡ്, മുൻ പീരീഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അൺറീസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ, ഒരു ചിലവ് വരികയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാലോ അവിടെ അത് അത്രയും എക്സ്ട്രാ വന്ന ഒരു എമൗണ്ട് ആണ്, അതിന്റെ റീസൺ ഒന്നും ഇല്ല. അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ, അപ്പൊ മുന്നേ ഇത്രയും നാളുകളായിട്ടും അവിടെ അങ്ങനെ ഒരു എക്സ്പെൻഡിച്ചറോ അതിന്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ അവിടെ റീസൺ ഒന്നും ഇല്ലാത്ത ഒരു ചെലവ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അവിടെ അത്രയും ക്യാഷ് അല്ലെങ്കിൽ അതൊക്കെ ഡാമേജ് ആയി, അല്ലെങ്കിൽ മെറ്റീരിയൽസുകൾ എന്തെങ്കിലും ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മുൻ പീരീഡുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തിന്റെ ഒരു യുക്തിരഹിതമായിട്ടുള്ള ചിലവ്, അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ, രണ്ട് കാരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഡെയിലി നീഡ്സുകളിലോ ഡിമാൻഡുകളിലോ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വർധനവ്. രണ്ടാമത്തെ പറഞ്ഞേക്കുന്ന അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ, എന്തിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്? കമ്പയർ ടു പ്രീവിയസ് പീരീഡ്, പ്രീവിയസ് പീരീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ഒരു കാരണം. രണ്ടാമത്തെ ഡെയിലി റുട്ടീൻ നീഡ്സ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വർധനവ്. ക്ലിയർ അല്ലേ? രണ്ട് പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ അതില്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഏരിയ ഓഫ് പിൽഫറേജ് ആണ്. ഏരിയ ഓഫ് പിൽഫറേജ്, നമുക്ക് പിൽഫറേജ് നടക്കാൻ സാധ്യതയുള്ള ഏരിയ. ഇവിടെ കിച്ചണിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞേക്കണേ, കിച്ചനെ ബേസ് ചെയ്തിട്ടാണ് ആ പോയിന്റ് കൊടുത്തേക്കണേ. ഏരിയ ഓഫ് പിൽഫറേജ് കിച്ചൺ. കിച്ചണിൽ എങ്ങനെ നമുക്ക് ഇത് മെറ്റീരിയൽസുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ അത് എന്താവുന്നുണ്ട്, മോഷണം പോകുന്നുണ്ട് എന്നുള്ളത് കിച്ചണ് ബേസ് ചെയ്തിട്ടുള്ള പറഞ്ഞേക്കുന്നത്. കിച്ചൺ ഓക്കെ, റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, കുക്കിങ്ങിന് മുന്നുള്ള റോ മെറ്റീരിയൽസ് മോഷണം പോകാം. ഇത് ഏതാ? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലാണ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലെ? ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള ഫുഡും ഇതൊക്കെ റെഡിയാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മള് വീട്ടിലെടുക്കുന്ന പോലെയല്ല, ഒരു ഹോസ്പിറ്റലിലെ ഒത്തിരി വലിയ കുറെ പേഷ്യൻസിന് ഒരുമിച്ച് ഫുഡ് തയ്യാറാക്കുന്ന അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസുകളൊക്കെ ആയിരിക്കും, സാധനങ്ങളായിരിക്കും അവർ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ? ഒരുപാട് സാധനങ്ങളുണ്ട്, പച്ചക്കറികളായിക്കോട്ടെ പല സാധനങ്ങൾ എല്ലാവരും ഉണ്ടാവാം അല്ലെ? അപ്പൊ അങ്ങനെ അത് കുക്ക് ചെയ്യുന്നതിന് മുന്നുള്ള മെറ്റീരിയൽസുകൾ മോഷണം പോകാം കിച്ചണിൽ നിന്ന്. അടുത്ത് നോക്കിയാൽ കുക്ക്ഡ് ഫുഡ്, ഇനി പാചകം ചെയ്ത ഭക്ഷണം വേണമെങ്കിൽ അവിടെ മിസ്സാവാം, മോഷണം പോകാം. അടുത്ത് നോക്കിയാൽ ഫുഡ് മെറ്റീരിയൽ ലോസ് when transported from kitchen to ward, കിച്ചണിൽ നിന്ന് ആ ഫുഡ് വാർഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യൂലേ, കൊണ്ടുപോകണ സമയത്ത് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, മോഷണം പോകാം. ഫുഡ് മെറ്റീരിയൽസ് ലോസ്, നഷ്ടപ്പെടാം. ഫുഡ് മെറ്റീരിയൽസ് ലോസ് when transported from kitchen to ward, കിച്ചണിൽ നിന്ന് വാർഡിലേക്ക് ഫുഡ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഇങ്ങനെ മോഷണം പോകാം. ക്ലിയർ ആണോ? കുക്കിങ്ങിന് മുന്നിൽ പോകാം, കുക്ക് ചെയ്ത ഫുഡ് പോകാം. ഇനി കുക്ക് ചെയ്ത ഫുഡ് നമ്മള് കിച്ചണിൽ നിന്ന് വാർഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മോഷണം പോകാം. ഇവിടെ ആരും ഇവിടെ ഇല്ലേ? എന്റെ ഫ്രണ്ടിൽ ഒറ്റ പിള്ളേരും ഇല്ലേ? ആരും ഇല്ലേ? ഒരു സംഭവം ഇത്രയും ഓക്കെ ഉണ്ടെന്നൊക്കെ തെറ്റുണ്ട്. നീ ഇതിവിടെ വെച്ചിട്ട് നിങ്ങൾ ഇനി എല്ലാം ഉറങ്ങാൻ പോയോ അല്ലെ വേറെ വല്ല ജോലിക്ക് പോയോ എന്ന് അറിയില്ലല്ലോ, തന്നെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചതാ. ഓക്കെ, ഇടയ്ക്കൊക്കെ ഓരോ തമ്പിട്ടോ അല്ലെങ്കിൽ നമുക്കും ക്ലാസ് എടുക്കുന്ന എനിക്കും വേണ്ടേ, എനിക്കത് മനസ്സിലായി, നിങ്ങൾ ഫോളോ ചെയ്തു. ഇപ്പൊ നമ്മൾ ഫുള്ള് ഓൾട്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുണ്ടോ, അതാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണേ. അപ്പൊ ആണെങ്കിൽ ഒരാളെങ്കിലും ജസ്റ്റ് ഒന്ന് തമ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓരോ കൊണ്ട് വായിപ്പിച്ച് നിങ്ങളോട് ചോദിച്ച് അങ്ങനെ പോകാമായിരുന്നു. ഇപ്പൊ അത് അങ്ങനെ പറ്റില്ല, കാരണമാണ് നമ്മള് റേഡിയോ പോലെയാ, ഞാൻ ഇവിടുന്ന് മാത്രം പറയണേ ഉള്ളൂ, നിങ്ങൾ പറയണതില്ലല്ലോ. അപ്പോ എന്താ പറയാ, അതാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് മനസ്സിലായില്ലേ, നിങ്ങൾ ഫോളോ ചെയ്ത് പോണില്ലേ എന്നുള്ളത് ചോദിക്കണത്. ഏരിയ ഓഫ് പിൽഫറേജ് കിച്ചണിന്റെ മാത്രമേ ബേസ് ചെയ്തിട്ടുള്ളൂ. അതങ്ങനെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റില്ല, അത് അറിയാലോ. ഇനിയിപ്പോ അത് ഇമ്പോർട്ടന്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് അറിയില്ലേ ഏതൊക്കെ രീതിയിലാന്നുള്ളത്. കുക്ക് ചെയ്യുന്നതിന് മുന്നുള്ള ഫുഡ് പോകാം, കുക്ക് ചെയ്ത ഫുഡ് പോകാം,
ഫുഡ് കിച്ചണിൽ നിന്ന് വാർഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കൊണ്ടുപോകുന്ന സമയത്ത് മോഷണം പോകാം. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആണ് ഡ്രഗ് സ്റ്റോർസ്. ഇത് അടയാളപ്പെടുത്തി വെച്ചു. ഡ്രഗ് സ്റ്റോർസ്. ഏതൊക്കെയാണ് ഡ്രഗ് സ്റ്റോർസ് എന്നുള്ളത് നോക്കാം. ഏതൊക്കെയാണ് അതിന്റെ ചോദിക്കുക. ഡ്രഗ് സ്റ്റോഴ്സിൽ വരുന്നത് ഏതാണ്, അതിന്റെ കീഴിൽ വരുന്നത് ഏതാണെന്ന് ചോദിക്കാറ്. അപ്പൊ അതിനകത്ത് നമ്മൾ ആ എല്ലാ പോയിന്റ്സും ഏതൊക്കെ അതിനകത്ത് വരാന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസ് ഇതൊക്കെ ഡ്രഗ് സ്റ്റോറുകൾ വരുന്നതാണ്. അപ്പൊ കാഷ്വാലിറ്റിയിൽ ഉണ്ട്, എമർജൻസി സർവീസിൽ വരുന്നുണ്ട്. പിന്നെ അടുത്ത് നോക്കിയ ഏരിയ ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ഏതാണ് സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന ഏരിയകൾ. ലൈക്ക് ഏതൊക്കെയാ? മെറ്റേണിറ്റി വാർഡ്. ഏതാ മെറ്റേണിറ്റി വാർഡ്? എന്താ മലയാളം? മെറ്റേണിറ്റി വാർഡ്. വാർഡുകളൊക്കെ പഠിച്ചല്ലോ നിങ്ങള് ഡിപ്പാർട്ട്മെന്റിൽ. ലേബർ റൂം അല്ലെ? പ്രസവ വാർഡ്, മെറ്റേണിറ്റി വാർഡ്, ലേബർ റൂം. പിന്നെ അടുത്തത് സ്റ്റീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ് ബ്രാക്കറ്റിൽ കൊടുത്തേണ്ട കേട്ടോ. മെറ്റേണിറ്റി വാർഡ് എന്ന് പറഞ്ഞാൽ പ്രസവ വാർഡ് തന്നെയാണ്. കുട്ടികളൊക്കെ എടുക്കുന്നതും അവരെയൊക്കെ കീപ്പ് ചെയ്യുന്നതും എന്നുള്ള മീനിങ്. അടുത്ത് പിന്നെ ലേബർ റൂം വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ലേബർ റൂം ICCU, ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ICCU എന്താ? ICCU എന്താ ഡിഫറൻസ്? ICU എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് പഠിച്ചിട്ടുണ്ടോ? ക്രിട്ടിക്കൽ കെയർ. പിന്നെയും ഒരു ഇതുണ്ട്, ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ് എന്നുണ്ട് കേട്ടോ. അതും പറയാട്ടോ. അതിപ്പോ നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതുമായിട്ട് ഇതിപ്പോ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻസിൽ ഏതാണെന്ന് വെച്ചാൽ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാ വന്നത് ചെയ്താം. പിന്നെ ചില ഇതുപോലെയുള്ള നമ്മൾ എക്സ്പാൻഡഡ് ഫോം പറയുമ്പോൾ അത് തന്നെ വേറെ രീതിയിൽ പറയുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ അവിടെ ഏതാ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എക്സ്പാൻഡ് ഇപ്പൊ ഏതാണ്? ഏതെങ്കിലും ഒരെണ്ണം അത് റിലേറ്റഡ് ടു ഏതാ? ഫ്രണ്ട് ഓഫീസ് ആണ്, ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ അങ്ങനെ ഏത് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻസിൽ പ്രത്യേകം തന്നിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ICCU എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. അതാണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ കറക്റ്റ് കൊടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. പിന്നെ നോക്കിയ മോർച്ചറി കാർഡിയോ തൊറാക്സിക് യൂണിറ്റ് എന്ന് വെച്ചാൽ കാർഡിയോ തൊറാക്സിക് സംബന്ധമായിട്ടുള്ള കാർഡിയോ തൊറാക്സിക് യൂണിറ്റ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സ്, ആക്സിഡന്റ് യൂണിറ്റ്സ്, പീഡിയാട്രിക് യൂണിറ്റ് ശിശുരോഗം കുട്ടികളുടെ ഒരു യൂണിറ്റ്. പിന്നെ OT ഓപ്പറേഷൻ തിയേറ്റർ. അവിടെ ജനറൽ ആയിട്ട് സ്റ്റീൽ ലൈക്ക് ബ്ലേഡ്, ഗ്ലൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതൊന്നും വേണ്ട, അതാണ് ഓപ്പറേഷൻ തിയേറ്റർ. വാർഡ്സ് ആൻഡ് സെക്ഷൻസ്, ലിനൻ സോപ്പ്, ടോർച്ച് ഇതൊക്കെ. പിന്നെ വർക്ക്ഷോപ്സ് ആൻഡ് മെയിൻ്റെനൻസ്, ക്യാഷ് ഓഫ് മെറ്റീരിയൽസ്. ആംബുലൻസ് സർവീസ്, അവിടെ ഏത് മെറ്റീരിയലാ? പെട്രോൾ, ഓയിൽ അങ്ങനെയുള്ളതൊക്കെ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പെട്രോൾ, ഓയിൽ. ജനറൽ സ്റ്റോർസ്. ഇതെല്ലാം ഡ്രഗ് സ്റ്റോർസ് ആണ്. ഇതിനകത്ത് ചോദിക്കാം ഡ്രഗ് സ്റ്റോർസിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാ, അല്ലെങ്കിൽ അത് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇതിന്റെ ഒക്കെ പേരുകളൊക്കെ ഒന്ന് മനസ്സിലേക്ക് വരാം. കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസ്, ഏരിയ ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റേണിറ്റി വാർഡ്, ലേബർ റൂം, ICCU, മോർച്ചറി, കാർഡിയോ തൊറാക്സിക് യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ്സ് ആൻഡ് സെക്രീഷൻസ്, വർക്ക്ഷോപ്സ് ആൻഡ് മെയിൻ്റെനൻസ് വിങ്, ആംബുലൻസ് സർവീസ്, ജനറൽ സ്റ്റോർസ്. ഓക്കെ, ഇത് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. മോർച്ചറിയിൽ സ്പിരിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കൂലേ? ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെഡ് ബോഡിയൊക്കെ ക്ലീൻ ചെയ്യാനും അത് പ്രിസർവ് ചെയ്യാനും ചീത്തയാവാതിരിക്കാനും അങ്ങനെയുള്ള, പിന്നെ സിസേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ കാര്യങ്ങൾ എല്ലാരും അത് കട്ട് ചെയ്യാനും അവരുടെ ഡ്രസ്സൊക്കെ ആണെങ്കിലൊക്കെ ഇതാക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസുകളും കേട്ടോ. ഇതിനകത്ത് ഡ്രഗ്സ് എന്ന് പറഞ്ഞേക്കുന്നത് മരുന്നുകൾ ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് സ്പിരിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ
ഉപയോഗിക്കുന്നത്. റെക്കോർഡിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്യും. ഇനി ഒരു കാര്യം കൂടി ഉണ്ടോ, അതോടുകൂടി നമ്മുടെ വലിയൊരു ചാപ്റ്റർ തീരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ 3rd 4th മൊഡ്യൂളിലോ നമ്മൾ എടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ചാപ്റ്റർ ആയിരുന്നു ഇത്. ആദ്യത്തെ വലിയ ചാപ്റ്റർ നമ്മൾ തീർത്ത് വെച്ചാൽ നമുക്ക് ഇനി ഒരു കുഞ്ഞു ചാപ്റ്റർ ആണുള്ളത്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ തുടങ്ങാം, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. നോക്കിയേ, റെമഡിയൽ മെഷേഴ്സ്. അപ്പൊ ഇങ്ങനെ കുറെ മോഷണം സംഭവിക്കാൻ കാരണങ്ങൾ ഇതൊക്കെ പറഞ്ഞു നമ്മള്. ഇനി ഏതൊക്കെ ഏരിയയിൽ ഇങ്ങനെ മോഷണം സംഭവിക്കാൻ മെറ്റീരിയൽസ് മോഷണം പോകാം അല്ലെങ്കിൽ വേസ്റ്റേജ് ആവാന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ അതിനെ എന്താണ് പ്രിവെന്റ് ചെയ്യാനായിട്ട്, അതിന് അങ്ങനെ പറ്റാതിരിക്കാനായിട്ട് എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ് ചെയ്യാൻ പറ്റും. റെമഡിയൽ മെഷേഴ്സ് ഒന്ന് വായിച്ചു പോലെ ഉള്ളൂ കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അതെന്ത് ചോദിച്ചാൽ തന്നിട്ടില്ല. റെമഡിയൽ മെഷേഴ്സ് ഓക്കെ, എന്തൊക്കെ റെമഡി എടുക്കാം നമുക്ക്. A thorough study of the system and the identification of loopholes. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ആ ഒരു സിസ്റ്റം അത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. അവിടുത്തെ കാര്യങ്ങൾ മാനേജ്മെന്റ് എല്ലാവരും പഠിക്കുക. ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ് പഴുതുകള് തിരിച്ചറിയുക. അപ്പൊ അവിടെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് മോഷണം പോകാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇതാണെന്നുള്ള ലൂപ്പ് ഹോൾസുകൾ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുക. A thorough study of the system and identification of loopholes. Loopholes identify ചെയ്യുക. Next നോക്കി, improve the monitoring system. മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക. മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിരീക്ഷണം അല്ലെ, മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. അപ്പൊ അങ്ങനെ നിരീക്ഷണ സംവിധാനങ്ങൾ ഇംപ്രൂവ് ചെയ്യുക, മെച്ചപ്പെടുത്തുക. ഇപ്പൊ നമുക്ക് CCTV അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും യെസ് വെരി ഗുഡ് അൻവർ അവിടെ പഠിച്ചിട്ടുണ്ട്. CCTV നമുക്ക് തന്നെ വന്നു. മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക, അവരെ മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു മെച്ചപ്പെടുത്തുക. അപ്പൊ നമുക്ക് അതൊക്കെ ഇങ്ങനെ മോഷണമൊക്കെ പോകാതിരിക്കാൻ നമുക്ക് അതിനൊരു റെമഡിയാണത്. ഇനി മൂന്നാമത്തെ നോക്കിയേ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്. ഈ പല ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യങ്ങള് അല്ലെങ്കിൽ വാർഡിലെയൊക്കെ നീഡ്സ് എന്താണ് അതിന് ഒരു എന്ത് കൊടുക്കാം, അതിന്റെ ഒരു സ്റ്റാൻഡേർഡൈസ്, അതിന്റെ ഒരു നിലവാരം നമ്മൾ നോക്കാം. നീഡ്സുകൾ ഇപ്പൊ നമ്മൾ അവര് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ബേസ് ചെയ്തിട്ട് ഏകദേശം നമുക്ക് അവരുടെ നീഡ്സ് എന്താണ് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്താൽ മതി. അതിന്റെ ഒരു നിലവാരം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും അതുപോലെ വാർഡുകളുടെയും ഒരു ആവശ്യങ്ങളുടെ നിലവാരം സ്റ്റാൻഡേർഡ് നോക്കാം. അപ്പൊ അവർക്കടെ ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്താൽ മതിയാവും, അതനുസരിച്ചുള്ള മെറ്റീരിയൽസ് കൊടുത്താൽ മതിയാവും. അപ്പൊ അവരുടെ നീഡ്സ് പല ഡിപ്പാർട്ട്മെന്റുകളുടെയും വാർഡുകളുടെയും എന്താണ് ആവശ്യങ്ങളുടെ നിലവാരം. അടുത്ത് നോക്കി, ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ. കണ്ടോ, സെക്യൂരിറ്റി പേഴ്സണിന്റെ നമ്പർ കൂട്ടുക. ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സൺ. അപ്പൊ ഇപ്പൊ നമ്മൾ വലിയൊരു ഹോസ്പിറ്റലിൽ ഒരു സെക്യൂരിറ്റി മാത്രം ഉണ്ടെങ്കിൽ അയാളുടെ കണ്ണ് എല്ലായിടത്തേക്ക് ചെല്ലാൻ പറ്റുമോ? എല്ലാ സെക്ഷനിലേക്കും ഒന്നും ചെല്ലാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഇങ്ങനെ മോഷണങ്ങളൊക്കെ പോകുന്നത് തടയാതിരിക്കാൻ സെക്യൂരിറ്റി പേഴ്സണൽസിന്റെ എണ്ണം കൂട്ടുക. അപ്പൊ ഓരോ സെക്ഷനിലും ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും ഒക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഓരോ സെക്യൂരിറ്റീന് നമുക്ക് അവിടെ കൂടുതൽ സെക്യൂരിറ്റീസിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താ പറഞ്ഞേക്കണ, ആ സെക്യൂരിറ്റികളുടെ എണ്ണം, സെക്യൂരിറ്റി പേഴ്സണലിന്റെ എണ്ണം കൂട്ടുക. ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ. അടുത്ത് നോക്കി, റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡിലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. അപ്പൊ ഈ നമ്മൾ റൗണ്ട് ദ ക്ലോക്ക് ആദ്യം പറഞ്ഞു 24 hours 24 മണിക്കൂറും അതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, 24 മണിക്കൂറും കോസ്റ്റ്ലി ഡ്രഗ് വിലപിടിപ്പുള്ള മരുന്നുകള് ഹാൻഡിൽ ചെയ്യാന് ഉള്ള ഒരു അധികാരം സീനിയർ ഓഫീസേഴ്സിന് നൽകണം. സീനിയർ ഓഫീസർമാര് 24 മണിക്കൂറും കോസ്റ്റ്ലി ഡ്രഗ് ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അങ്ങനെ അതൊക്കെ മരുന്നുകളൊക്കെ വേസ്റ്റേജ് ആയി പോകുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. അപ്പൊ ശരിക്കും സീനിയർ ആയിട്ടുള്ള ഓഫീസർമാര് തന്നെ കോസ്റ്റ്ലി ഡ്രഗ് കൈകാര്യം ചെയ്യണം. 24 മണിക്കൂറും കോസ്റ്റ്ലി ഡ്രഗ് അവർ കൈകാര്യം ചെയ്യണം. അടുത്ത് നോക്കിയേ, സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റന്റ് ഓൺലി. പ്രത്യേക കരാറുകളിൽ മാത്രം നമുക്ക് ഇങ്ങനെ വില കൂടിയ മരുന്നുകൾ സപ്ലൈ ചെയ്യുക.
ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തവർക്കൊക്കെ നമ്മള് ഒരു കണക്കില്ലാതെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് കോസ്റ്റ്ലി ആണ്, വളരെ വില കൊടുത്ത് വാങ്ങുന്ന മരുന്നുകളാണ്. അപ്പൊ അത് വേസ്റ്റേജ് ആക്കി പോവാതെയൊക്കെ ഇരിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ ആയിട്ടുള്ള ഇതിന് മാത്രം നമ്മൾ കൊടുക്കുക. സ്പെഷ്യൽ കരാറടിസ്ഥാനത്തിൽ മാത്രം ഈ ഡ്രഗുകൾ സപ്ലൈ ചെയ്യുക. സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റന്റ് only. അടുത്ത് നോക്കിയ സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റൂട്ടീൻ ഓഡിറ്റ്. സർപ്രൈസ് പെട്ടെന്ന് വെരിഫിക്കേഷൻ നടത്തുക. നമ്മളിപ്പോ വെരിഫൈ ചെയ്യാൻ ആരെങ്കിലും വരും എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി വെക്കും അല്ലെ. സർപ്രൈസ് വെരിഫിക്കേഷൻ ആണെങ്കിലോ പെട്ടെന്ന്, എന്നാലേ നമുക്ക് പണക്കാരോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷൻ നടത്തുക. ആൻഡ് റൂട്ടീൻ ഓഡിറ്റ്, പതിവ് ഓഡിറ്റിങ്ങും വേണം. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ മെറ്റീരിയൽസുകളൊക്കെ ഹോസ്പിറ്റലില് മോഷണം പോകുന്നത് തടയാനുള്ള കാര്യമാണ്. റെമഡിയൽ മെഷേഴ്സ്, അത് അത്രയും പോയിന്റ്സ് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അതിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല സെക്ഷനിൽ. അപ്പൊ നമ്മുടെ വലിയൊരു ചാപ്റ്റർ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇന്ന് 7ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ 7ാമത്തെ ക്ലാസ് ആണ്. ചാപ്റ്റർ തീർന്നു എന്നുള്ള വിവരം ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. കേൾക്കും സമാധാനം. ഒരു വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. ക്ലാസ് കൊണ്ട് നമുക്കത് തീർക്കാൻ പറ്റി. പിന്നെ നമുക്ക് അടുത്ത എടുക്കുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആട്ടോ. അപ്പൊ നമുക്കൊരു സമാധാനം ആയിക്കോട്ടെ. അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുവിധം കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞായിരുന്നു. അതൊക്കെ തന്നെയാണ് വീണ്ടും ഇൻട്രൊഡക്ഷനിലേക്ക് വരുന്നത്. ഞാനിപ്പോ അതൊന്ന് ഷെയർ ചെയ്തിടാം. നിങ്ങളുടെ കയ്യിൽ അതിന്റെ പ്രിന്റ് ഉള്ളവര് ഒന്ന് എടുത്തു വെക്കുക കേട്ടോ. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് പ്രിന്റ് എടുത്താൽ മതി. അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽസ് നോക്കാം. ഷെയർ ചെയ്തിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊന്ന് പറഞ്ഞേ. കാണുന്നുണ്ടോ? ഓക്കെ. നമ്മൾ പഠിച്ചതൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം, ഫസ്റ്റ് പേജ് മാത്രം നമുക്കൊന്ന് വേഗം ഒന്ന് നോക്കി വെക്കാം. ഇല്ലാത്തവര് അടുത്ത ക്ലാസ്സിലേക്ക് എടുത്തു വെക്കാം. എന്താ നോക്കിയ ചാപ്റ്റർ അപ്പൊ നമ്മുടെ 3rd മൊഡ്യൂളിലെ 13ാമത്തെ ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇതോടുകൂടി നമ്മുടെ 3rd മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും കഴിയും. നെക്സ്റ്റ് 4th മൊഡ്യൂളിലെ കുറച്ച് ചാപ്റ്ററുകളുള്ളത് നോക്കി. 3rd മൊഡ്യൂളിലെ 13ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ നോക്കി എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഹോസ്പിറ്റൽ ഭരണം എന്താ ഉദ്ദേശിക്കുന്നത്? എത്രാമത്തെ ചാപ്റ്റർ ആണോ? ചാപ്റ്റർ 13ാമത്തെ. നിങ്ങളുടെ നോട്ടില് 46 എന്നായിരിക്കും. അത് കുഴപ്പമില്ല. നിങ്ങളെ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഇനിയിപ്പോ നമ്മളെ എക്സാമിന് നിങ്ങൾക്ക് ഇതിപ്പോ 3rd 4th മൊഡ്യൂളായിരിക്കും. അത് ഇനി മെയിൻ എക്സാമിനൊക്കെ അറിയാലോ. നിങ്ങൾക്ക് ഓരോ പേപ്പർ തിരിച്ചായിരിക്കും നിങ്ങൾക്ക് എക്സാം ഒക്കെ. പേപ്പർ 1 അല്ലെങ്കിൽ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 4 എക്സാം ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ 46 എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് സോർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതപ്പോ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. അവിടെ 13ാമത്തെ ചാപ്റ്റർ ആണുള്ളത്. അപ്പൊ നമ്മള് പഠിക്കുമ്പോ ഓരോ പേപ്പർ വൈസ് ആയിരിക്കും, ഓരോ മൊഡ്യൂൾ വൈസ് ആയിരിക്കും. അപ്പൊ ഒരു മൊഡ്യൂളിൽ വരുന്ന, ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ സോൾവ് ചെയ്ത് വെക്കുക. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന എല്ലാം, 3rd മൊഡ്യൂളിൽ വരുന്ന എല്ലാം, 4th മൊഡ്യൂളിൽ എല്ലാ ചാപ്റ്റേഴ്സും സോൾവ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ ഈ പഴയത് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ തിരിക്കുന്നേക്കാളും മുന്നാണ് നിങ്ങൾക്ക് ഈ കോപ്പി ഇട്ടുള്ളത്, പ്രിന്റ് എടുക്കാനുള്ളത്. അതാണ് 46, 47 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനകത്തൊക്കെ ക്വസ്റ്റ്യൻസ് കിടക്കുന്നത്. എന്താണ് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഓക്കെ. അപ്പൊ അത് 13ാമത്തെ ചാപ്റ്റർ ആട്ടോ. 3rd മൊഡ്യൂളിലെ 13ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഒരു മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ പുറമേ നോക്കുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഹോസ്പിറ്റല് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരാ നിൽക്കുന്നത്? ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് പ്രവർത്തിക്കുന്നുണ്ട്.
അവരുടെ ആ ജോലിയുടെ ഭാഗമാണ് ആ ഹോസ്പിറ്റൽ നന്നായിട്ട് നിൽക്കുക എന്നുള്ളത് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റൽ റൺസ് they help hospital run smoothly, or ensure that hospital run smoothly. സ്മൂത്ത് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും പിന്നെ അതോടെ തന്നെ ഹൈ ക്വാളിറ്റി ഓഫ് സർവീസ്, ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, ഹോസ്പിറ്റലിലെ ഡെയിലി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക, പേഷ്യൻസിന് നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുക, ഇതെല്ലാരും അവരുടെ കയ്യിൽ വരുന്ന കാര്യമാണ്. നമുക്കതറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അഡ്മിനിസ്ട്രേറ്റർ ആരാണ്, അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഫസ്റ്റ് പേജിൽ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റർ, അപ്പൊ അതിനകത്ത് സ്പെല്ലിങ് അതിനകത്ത് കറക്റ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റർ, അഡ്മിനിസ്റ്റർ എന്നാണ് ഇതിനകത്ത്. അഡ്മിനിസ്റ്റർ ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ആഡ് ആൻഡ് മിനിസ്റ്റർ, MINISTIRE. ഇതൊന്ന് കറക്റ്റ് ചെയ്തേ കേട്ടോ. അപ്പൊ അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് ലാറ്റിൻ വേർഡ്സ് ആയ രണ്ട് വേർഡിൽ നിന്നാണ്. ആഡ് ആൻഡ് മിനിസ്റ്റർ, MINISTIRE എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് അഡ്മിനിസ്റ്റർ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. എന്താണ് അതിന്റെ മീനിങ് നോക്കിയേ? ടു കെയർ ഫോർ, കെയർ പരിപാലിക്കൽ എന്താണ്? ടു കെയർ ഫോർ, അവരെ പരിപാലിക്കുക. or to look after people, to manage others, അവരുടെ കാര്യങ്ങള്, ആളുകളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ നോക്കുക, ആളുകളെ നോക്കുക, അവർക്ക് നല്ല കെയർ കൊടുക്കുക, അവരെ പരിപാലിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ അഡ്മിനിസ്റ്റർ എന്ന വേർഡിന്റെ മീനിങ്. അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ് കോഓപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. ഹെർബർട്ട് എ സൈമൺ, ഇപ്പൊ ഒരു രണ്ട് ഡെഫിനിഷൻ അവിടെ കൊടുത്തേക്കുന്നത്. ഹെർബർട്ട് എ സൈമൺ ഈ അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് പറഞ്ഞേക്കുന്നത്. എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത്? അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്. ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യമല്ല, അത് ഒരു ഗ്രൂപ്പിന്റെ ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുന്നത്, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ്. എന്താ പറഞ്ഞ? അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്. ഒരാൾക്കടിയല്ല, അതൊരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ്. എന്തിനു വേണ്ടിയിട്ടാ? കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. ഒരു കോമൺ ഗോള്, ഒരു പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി, ഒരു കൂട്ടം ആളുകളുടെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും ചോദിക്കാറില്ല കേട്ടോ, ഡെഫിനിഷൻ ഒന്നും ചോദിക്കൂല. അപ്പൊ എന്താ പറഞ്ഞ? പൊതുവായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി കോപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കാന്നാണ് കേട്ടോ. പൊതുവായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി സഹകരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ, ഒരു ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹെർബർട്ട് എ സൈമൺ അങ്ങനെയാണ് ഡെഫിനിഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത്. അതൊന്നും വേണ്ട, അതിന് ഫസ്റ്റ് ലൈൻ വേണമെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അഡ്മിനിസ്റ്റർ ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ആഡ് ആൻഡ് മിനിസ്റ്റർ. ഓക്കെ, ഇനി നോക്കിയേ, ഇനി അടുത്ത് നോക്കിയേ. ലൂതർ ഗള്ളിക്ക് എന്താ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞേക്കണേ നോക്കിയേ. ലൂതർ ഗള്ളിക്ക് പറഞ്ഞേക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ് എന്ന് പറഞ്ഞേക്കുന്നേ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതിനകം നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോട് കൂടിയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ലൂതർ ഗള്ളിക്ക് പറഞ്ഞേക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു എങ്ങനെ ചെയ്യണം? ഗെറ്റിംഗ് തിങ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. ഇതിനകം നിർവചിച്ചിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടെയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഈ ലൂതർ ഗള്ളിക്ക് പറയുന്നത്. ഇനി നോക്കി അടുത്തത്. Hospital administration is the governance of hospital as a business. Hospital administration എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ഭരണമാണ്.
Hospital administration is the governance of the hospital as a business. Hospital administration എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. Administration is made up of many healthcare managers and the executive who handle individual department. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ധാരാളം ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവും ചേർന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. വ്യക്തിഗത വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജറും എക്സിക്യൂട്ടീവ്സുകളും ചേർന്നതാണ് ഇത് അഡ്മിനിസ്ട്രേഷൻ. Administration is made up of many healthcare managers and executives. Underline ചെയ്തിട്ടത് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Hospital administration is the governance of the hospital as a business. ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേഷൻ is made up of many healthcare managers and executives. They are in charge of all the administrative and management function of the respective department. അതാത് വകുപ്പുകളുടെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് കാര്യങ്ങളുടെയും ഇൻചാർജ് എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ആണ്. They are in charge of all the administrative and management function. അഡ്മിനിസ്ട്രേഷൻ ആണ് അതാത് ഡിപ്പാർട്ട്മെന്റുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതും മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങളുടെ ഇൻചാർജ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇനി അടുത്ത് നോക്കിയ ഡ്യൂട്ടി ആണ് പറയുന്നത്. ഡ്യൂട്ടി. The duty of the administrator differ with the size and complexity of the hospital. ഹോസ്പിറ്റലിന്റെ വലിപ്പം, സൈസ്, വലിപ്പത്തിനനുസരിച്ചും കോംപ്ലക്സിറ്റി എന്ന് വെച്ചാൽ സങ്കീർണതയ്ക്ക് അനുസരിച്ചും ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിലേ, വലിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടാവും. ഓക്കെ, അതിന്റെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരൊക്കെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. എന്നാൽ ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ ഒന്നോ രണ്ടോ അഡ്മിനിസ്ട്രേറ്റർ, ചിലപ്പോൾ ചെറിയതൊക്കെ ആണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററൊക്കെ ഉണ്ടാവുള്ളൂ, വളരെ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ. അപ്പൊ അവര് വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ. അപ്പൊ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കുന്ന പറഞ്ഞേക്കുന്നത്. ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ച്, ഹോസ്പിറ്റലിന്റെ സങ്കീർണതയ്ക്ക് അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. അണ്ടർലൈൻ ചെയ്തിട്ടാണ് the duty of the administrator differ with the dash of the hospital, size and complexity of the hospital. Underline ചെയ്തോ? Underline ചെയ്തോ? Yes. The duty of the administrator differ and then with the size and complexity of the hospital. Okay, administrators are contact between the hospital board and the administrators and the medical staff. അവരെങ്ങനെയായിരിക്കണം പറഞ്ഞേക്കണേ? അവരൊരു അഡ്മിനിസ്ട്രേറ്റർമാര് ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ആരൊക്കെ തമ്മിൽ? ഹോസ്പിറ്റൽ ബോർഡുകള്, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റർ, മെഡിക്കൽ സ്റ്റാഫ് എന്നിവർ തമ്മിലുള്ള ഒരു കോണ്ടാക്ട്, ഒരു സമ്പർക്കമാണ് ഈ സെറ്റിന് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരെ എന്ത് ചെയ്യണം? ഇതിൽ തമ്മിലൊക്കെ ഒരു നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കും, തമ്മിലുള്ള സമ്പർക്കമാണ്, കോണ്ടാക്ട് ആണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോണ്ടാക്ട് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ബോർഡ്, അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്. ദേ ഓർഗനൈസ്. അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ? Administrator, they organize hospital activities and prepare its overall policies. Full stop ഉണ്ടിട്ട് അവിടെ. അവർ ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസും ഓർഗനൈസ്, ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ്, ഹോസ്പിറ്റൽ എല്ലാ പ്രവർത്തനങ്ങളും ഓർഗനൈസ് ചെയ്യുക, എന്താ സംഘടിപ്പിക്കുന്നു. ആൻഡ് പ്രിപ്പയർ, തയ്യാറാക്കുന്നു. ഇറ്റ്സ് ഓവറോൾ പോളിസീസ്, എല്ലാ പോളിസികളും തയ്യാറാക്കുന്നു. ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസും സംഘടിപ്പിക്കുന്നു. Some administrators are in charge of hearing doctors. ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി ആട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, some administrators are in charge of hearing doctors. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നിയമിക്കുക. ചില അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തിനുള്ള ചാർജ് ഉണ്ട്? ഹിയറിംഗ് ഡോക്ടേഴ്സിനെ നിയമിക്കാൻ, ആൻഡ് അതർ സ്റ്റാഫ്, ഡോക്ടേഴ്സിനെയും ചില സ്റ്റാഫുകളെയൊക്കെ
നിയമിക്കാനുള്ള അധികാരമുണ്ട്. ക്യാരിങ് ഔട്ട് എംപ്ലോയീസ് ഇവാലുവേഷൻ, എംപ്ലോയീസിനെ തൊഴിലാളികളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് നടപ്പിലാക്കുക. ക്യാരി ഔട്ട് എംപ്ലോയീസ് ഇവാലുവേഷൻ നടപ്പിലാക്കുക. അടുത്തത് ആൻഡ് ഡയറക്ടിങ് സ്റ്റാഫ് മീറ്റിംഗ്, സ്റ്റാഫ് മീറ്റിങ്ങുകൾ ഡയറക്റ്റ് ചെയ്യാൻ നയിക്കുക, സ്റ്റാഫ് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ സ്റ്റാഫ് മീറ്റിംഗ് നയിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയും ചില അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. എന്താ പറഞ്ഞേക്കുന്ന ഹിയറിംഗ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ്, ക്യാരിങ് ഔട്ട് എംപ്ലോയീസ് ഇവാലുവേഷൻ ആൻഡ് ഡയറക്ടിങ് സ്റ്റാഫ് മീറ്റിംഗ്, സ്റ്റാഫ് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ നയിക്കുക. ഡയറക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നയിക്കുക എന്നുള്ള മീനിങ്. സ്റ്റാഫ് മീറ്റിങ്ങുകൾ നയിക്കാനുള്ള ഒരു അധികാരവും ഉണ്ട്. They may also be accountable for hospitals public relation and fundraising program. പിന്നെ അവർക്ക് വേറൊരു ഉത്തരവാദിത്തം എന്താ? എല്ലാവരും അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞേക്കുന്ന ഡ്യൂട്ടീസ്. They also be accountable for the hospital public relations. ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ അതിനുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ആൻഡ് ഫണ്ട് റേസിംഗ് പ്രോഗ്രാം, എന്താണ്? സമാഹരണ പരിപാടികള്, ഹോസ്പിറ്റലിലെ ഫണ്ട് റൈസ് ചെയ്യാനുള്ള പ്രോഗ്രാമുകളുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. They also be accountable for hospital public relation, fund raising program എന്നിവയ്ക്കുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. Since the administrator developed program for teaching and research hospital, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹോസ്പിറ്റലിലെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റലുകളിലെ പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അതെങ്ങനെയാ? They have to keep up with the latest advance in medicine. അതെങ്ങനെ വേണം? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? മെഡിസിനില് ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ അവര് നിലനിർത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? മെഡിസിനിലുണ്ടായ പുതിയ കാര്യങ്ങള്, പുതിയ മുന്നേറ്റങ്ങള് അവര് എന്ത് ചെയ്യണം? നിലനിർത്തണം. അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസുകളും കാര്യങ്ങളും ഒക്കെ വേണം സംഘടിപ്പിക്കാനായിട്ട്. ഒരു ചെറിയൊരു പാരഗ്രാഫും കൂടി ഉള്ളൂ, അത് കൂടി എടുക്കാം. ലാർജ് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻസ് സെവറൽ, നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ലാർജ് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻസ് സെവറൽ അഡ്മിനിസ്ട്രേറ്റർ. വലിയ ഹോസ്പിറ്റലുകളാണെങ്കിലോ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടാകും. ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ, അപ്പൊ പല അഡ്മിനിസ്ട്രേറ്റർമാര് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ഉണ്ടാവും. ഇവരെന്ത് ചെയ്യുന്നു? മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റുകൾ മാനേജ് ചെയ്യാൻ കുറെ അഡ്മിനിസ്ട്രേറ്ററും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടാവും. when one administrator is in charge overall, അതില് ഒരു അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും എന്താ ഇൻചാർജ്, ആ ഹോസ്പിറ്റലിന് ഇൻചാർജ്. ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്തു? ഓവറോൾ ഇൻചാർജ് ഒരു അഡ്മിനിസ്ട്രേറ്റർക്കായിരിക്കും. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? വലിയ ഹോസ്പിറ്റലുകളാണെങ്കിൽ ധാരാളം അഡ്മിനിസ്ട്രേറ്റർമാരും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടാവും. എന്തിനാ? പല ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചിലപ്പോ ഓരോ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കൊടുക്കാം. അങ്ങനെയായിരിക്കും. എന്നിട്ട് അതിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നു? ഓവറോൾ ഇൻചാർജ് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് കൊടുക്കാം വലിയ ഹോസ്പിറ്റലുകളിൽ. ഇനി സ്മോൾ ഹോസ്പിറ്റലിൽ എങ്ങനെയാ? വൺ അഡ്മിനിസ്ട്രേറ്റർ മേ ബി ഇൻ ചാർജ് ഓഫ് നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ? എന്നാൽ ചെറിയ ഹോസ്പിറ്റലിലോ പല ഡിപ്പാർട്ട്മെന്റുകളും ഒരു അഡ്മിനിസ്ട്രേറ്റർ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ചെറിയ ഹോസ്പിറ്റൽ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകള് ഒരു അഡ്മിനിസ്ട്രേറ്റർ മാനേജ് ചെയ്യേണ്ടി വരും. ഓർ അല്ലെങ്കിലോ ഇവൻ ഓഫ് ദ എൻറ്റയർ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഹോസ്പിറ്റൽ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഓർ ഇവൻ ഓഫ് ദ എൻറ്റയർ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മൊത്തം, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലെ പല ഡിപ്പാർട്ട്മെന്റുകള് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യേണ്ടവരും നോക്കേണ്ടതായിട്ട് വരും. ചെറിയ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ മുഴുവൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ നോക്കേണ്ടി വരും. For example, the administrator may assess the budget for these departments and give the final approval to hearing recommendation. എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ ഡിപ്പാർട്ട്മെന്റുകൾക്കായിട്ടുള്ള ബഡ്ജറ്റ് വിലയിരുത്താനും, അഡ്മിനിസ്ട്രേറ്റർ may assess the budget, ബഡ്ജറ്റുകൾ വിലയിരുത്താനും അതനുസരിച്ച് നിയമ ശുപാർശയ്ക്ക് അനുസരിച്ച് ഒരു ഫൈനൽ അപ്രൂവൽ, ഒരു അന്തിമ ഒരു അനുമതി നൽകാനും
അപ്രൂവൽ ഓഫ് ഹിയറിംഗ് റെക്കമെൻഡേഷൻസിനനുസരിച്ച് ഒരു ഫൈനൽ അപ്രൂവൽ കൊടുക്കാനും അഡ്മിനിസ്ട്രേറ്റർക്ക് അധികാരമുണ്ട്. നിങ്ങൾ ഈ ഒരു നമ്മള് ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെയാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചത്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞേക്കുന്നത്. അത്രയൊന്ന് വായിക്കാം കേട്ടോ. ഇനി അടുത്ത ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കട്ടെ, ഇലമെന്റ്സ് ഏതാന്ന് മാത്രം പറയാം. എക്സാമ്പിൾ ചോദിക്കാറുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷന്റെ ഘടകങ്ങൾ ഇലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ അവിടെ തന്നേക്കാനുണ്ട് പോസ്റ്റ് ഫോർബ് എന്ന് കണ്ടിട്ടില്ലേ, POST അതാ പോസ്റ്റ് ഫോർബ് എന്ന്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇൻ പോസ്റ്റ് ഫോർബ് P stands for, in post code T stands for. അതിൽ ഓരോ ലെറ്റേഴ്സും നമ്മൾ ഓരോന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ പേര് മാത്രം പറഞ്ഞിട്ട് ക്ലാസ് നിർത്താം. പോസ്റ്റ് കോഡില് P എന്ന് പറഞ്ഞ പ്ലാനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ്, ആസൂത്രണം. ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ ഓരോ ലെറ്റേഴ്സ് ഏതാണെന്ന് ഞാൻ ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. പോസ്റ്റ് കോഡിൽ P എന്തിനെ കാണിക്കുന്നു? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. എന്താ? പ്ലാനിങ്. O എന്തിനെ സൂചിപ്പിക്കുന്നു? O stands for organizing, സംഘടിപ്പിക്കുക, organizing. Then S stands for staffing. Then D stands for directing. Then C stands for coordinating, coordinate ചെയ്യുക, ഏകോപിപ്പിക്കുക. Then R എന്തിനെ സൂചിപ്പിക്കുന്നു? Reporting. B budgeting. കണ്ടോ? അപ്പൊ പോസ്റ്റ് കോഡിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു അതാണ് നമ്മൾ പറഞ്ഞത്. പോസ്റ്റ് കോഡിലെ P പ്ലാനിങ്, O ഓർഗനൈസിങ്, S സ്റ്റാഫിംഗ്, D ഡയറക്റ്റിംഗ്, C കോർഡിനേറ്റിംഗ്, R റിപ്പോർട്ടിംഗ്, B ബഡ്ജറ്റിംഗ്. ഓക്കെ, അത്രയും പേരുകൾ മാത്രം ഒന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത്രയും ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ് വൈകിട്ട് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു കേട്ടോ.